നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിശക്കുന്നവന്റെ മുൻപിൽ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കം. പഴയടത്തെ വെജിറ്റേറിയൻ എന്നും ജാതീയമായി മുദ്രകുത്തി എഴുതിത്തള്ളിയവർ തോറ്റുമടങ്ങി. വെജിറ്റേറിയൻ വിഭവമായി പഴയടം വീണ്ടു. പച്ചവെള്ളം മാത്രം കുടിച്ചും ഞാൻ കിടന്നിട്ടുണ്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. രാവിലെ 10 മണിക്ക് ആശ്രം മൈതാനിയിലെ മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. നടിയും നർത്തകിയുമായ ആശാ ശരത്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തശില്പത്തോടെയാവും കലാമേളയ്ക്ക് തുടക്കമാവുക. 14 ജില്ലകളിൽ നിന്നായി 14,000-ലേറെ കൗമാര പ്രതിഭകളാണ് കലാമേളയുടെ ഭാഗമാവുക. 6 പതിറ്റാണ്ടിനിടെ ഇത് 4ാം തവണയാണ് കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു വേദി. അതേസമയം പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ വരവും ചർച്ചയാണ്. പഴയിടത്തിന്റെ രുചി ഒന്ന് വേറെ തന്നെ. അതാണ് വെച്ച് മാത്രം വിളമ്പി പഴയിടം വീണ്ടും വന്നത്. ആ രുചിയുടെ പേരിൽ തന്നെയാണ് മോഹനൻ നമ്പൂതിരി 2023 ശ്രദ്ധാകേന്ദ്രമായത്. സസ്യേതര പാചകത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് കലോത്സവത്തിൽ നിന്ന് പിന്മാറാൻ പഴയിടം തീരുമാനിച്ചു. എന്നാൽ കലോത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനസ്സ് സമ്മതിച്ചില്ലെന്നും മാത്രം. ഊട്ടുപുരയിൽ നിന്ന് പഴയിടം യാത്ര ചെയ്യുകയാണ്. പാതയോരങ്ങളിൽ യാത്രക്കാരെ കാത്ത പഴയിടം രുചിയുണ്ട്. ഓണത്തിന്, വിഷുവിനും വിശേഷ ദിവസങ്ങളിലും പഴയിടത്തിന്റെ പായസം സദ്യപ്രേമികളെ തേടിയെത്തുന്നു. സസ്യേതര ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ക്രൂരന്മാരാണെന്ന് പറയാൻ കഴിയുമോ എന്നാണ് പഴയിടം ചോദിക്കുന്നത്. പറ്റില്ലല്ലോ. അതുപോലെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർ മുഴുവൻ സാത്വികരാണെന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹിറ്റ്ലർ. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു. ലോകത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ഇത്തരം കാര്യങ്ങളെല്ലാം ജനത്തോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേതാണ് ജനിച്ച് ജീവിച്ച് വളർന്ന സംസ്കാരവും സാഹചര്യവും പകർന്നു നൽകുന്നത്. വെറും പച്ചവെള്ളം മാത്രം കുടിച്ചു കിടുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നിരാശയും വിഷമങ്ങളും പലപ്പോഴായി അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മോശമായ ഒരാളോട് ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ചീത്ത ഭക്ഷണം കഴിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറുടെ പിതാവ് വളരെ ക്രൂരരും കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ആളുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സമൂഹത്തോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയായിരിക്കും ജീവിതത്തിലും പിന്നീട് പുറത്തെടുത്തിട്ടുണ്ടാവുക. അല്ലാതെ അവിടുത്തെ ഭക്ഷണത്തിന് എന്ത് പ്രസക്തി? അത് ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നതാണ്. ഭക്ഷണം ദൈവമാണ്. മനുഷ്യന് കൊടുത്തു നന്നാക്കാവുന്ന, കൊടുത്തു തൃപ്തിപ്പെടുത്താവുന്ന ലോകത്തെ ഒരേ ഒരു കാര്യം ഭക്ഷണമാണ്. അത് വെജിറ്റേറിയൻ ആയിക്കൊള്ളട്ടെ, അത് നോൺ വെജിറ്റേറിയൻ ആയിക്കൊള്ളട്ടെ, നല്ല രീതിയിൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ കഴിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നാണ് കരുതുന്നത്. ഭക്ഷണത്തിൽ രുചിക്കോ നിറത്തിനോ ആയി കൃത്രിമമൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. നിറമല്ലല്ലോ കാര്യം, രുചിയല്ലേ. അതുകൊണ്ടാണ് ഞങ്ങളുടെ റെസ്റ്റോറന്റുകൾക്ക് പഴയിടം രുചി എന്ന് പേരിട്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നോൺ വെജിറ്റേറിയനിലേക്കും നല്ലവണ്ണം മാറുന്നത് എനിക്കറിയാം. വെജിറ്റേറിയനിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ ചുരുക്കമാണ്. പക്ഷേ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുമെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി വരുന്നുണ്ട്. എന്നും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും നല്ല ഭക്ഷണമായി വെജിറ്റേറിയൻ വേണമെന്ന് തോന്നിയാൽ ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ട്. വെജിറ്റേറിയൻ കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് അത് നന്നായി കൊടുത്താൽ അവർ തൃപ്തരാകും എന്നതാണ് ഞങ്ങളുടെ അനുഭവം. വിശപ്പില്ലെങ്കിൽ എത്ര നന്നായി ഭക്ഷണം വെച്ചു കൊടുത്താലും കഴിക്കാൻ പറ്റില്ല. വിശപ്പുണ്ടാകണമെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണം. നല്ല ആരോഗ്യത്തോടു കൂടി ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് വിശപ്പുണ്ടാവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് സ്വാദോടെ അത് കഴിക്കാൻ പറ്റും. അയാൾക്ക് ആ സ്വാദ് തിരിച്ചറിയാൻ പറ്റുമെന്നും പഴയിടം പറയുന്നു.